അഞ്ജനയും രാഹുലും പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണ്. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായി. കോളേജ് കാലത്ത് പിരിയാൻ കഴിയാത്ത ബെസ്റ്റികളായിരുന്നവർ പിന്നീട് പ്രേമത്തിലാവുകയും അവസാനം കല്യാണം കഴിക്കുകയും ചെയ്തു. മധുവിധുവിൽ ആദ്യകാലം അവർ സ്വപ്നം കണ്ട പോലെ തന്നെ മനോഹരമായിരുന്നു അവരുടെ ജീവിതം. വർഷങ്ങൾ കടന്നു പോയപ്പോൾ ഒരു കുഞ്ഞിക്കാൽ കാണാത്തത് അവർക്കിടയിൽ ഒരകൽച്ച ഉടലെടുക്കാൻ കാരണമായി മാറി. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ കളിച്ചു തിമിർക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾ ഉടനെ വേണ്ടെന്നും ജീവിതം കുറച്ചധികം കളിച്ചാഘോഷമാക്കാമെന്നായിരുന്നു അവരുടെ തീരുമാനം. ഒന്ന് പെറ്റാൽ കളിയുടെ സുഖം കുറയുമെന്ന് ഇരുവരും മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ 3 വർഷം രണ്ടുപേരും കുട്ടികളെക്കുറിച്ച് ചിന്തിക്കാതെ കളിച്ച് എൻജോയ് ചെയ്തു നടന്നു. പലതരത്തിൽ പല സാഹചര്യങ്ങളിൽ പലയിടങ്ങളിൽ പല വിധത്തിലുള്ള കളികളിൽ ഏർപ്പെട്ട് അവർ ജീവിതം അടിപൊളിയാക്കി. അങ്ങനെ 2-3 വർഷങ്ങൾ പിന്നിട്ടപ്പോഴാണ് അവർ കുട്ടികളെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയത്. 2 വർഷം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടും അഞ്ജനയുടെ വയറ്റിൽ പിടിച്ചില്ല. അങ്ങനെ അവർ ഒരു ഡോക്ടറെ പോയി കണ്ടു. ഇത്രയും കാലം ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിച്ചതിന്റെ പരിണിത ഫലമായിട്ടാണ് അവൾ ഗർഭിണിയാവാത്തതെന്നും ചികിത്സിച്ചാൽ ഭേദമാകുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞ് ഡോക്ടർ മരുന്നുകൾ കുറിച്ചു. തുടർന്ന് ആശുപത്രിയിലും ചികിത്സകളും പ്രാർത്ഥനകളും ഒക്കെയായി വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. ഒരുപാട് നാളത്തെ ട്രീറ്റ്മെന്റിനൊടുവിൽ അഞ്ജനയുടെ പ്രശ്നം മാറിയെങ്കിലും അവൾക്ക് കുട്ടികൾ ഉണ്ടായില്ല. രണ്ടാളും ആരോഗ്യപരമായി ഇപ്പോൾ ഓക്കെ ആണെങ്കിലും അഞ്ജനയ്ക്ക് അമ്മയാവാനുള്ള ഭാഗ്യമുണ്ടായില്ല. കുറച്ച് വർഷങ്ങൾ തങ്ങൾ കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് വച്ചത് കൊണ്ടാകും ദൈവം കുട്ടികളെ തരാതെ തങ്ങളെ ശിക്ഷിക്കുന്നത് എന്നാണ് അഞ്ജനയ്ക്ക് തോന്നിയത്. ഇതേ സമയം രാഹുൽ തൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കും ഫ്രണ്ട്സിനും കുട്ടികൾ ഉണ്ടാകുന്നത് അസൂയയോടെയും സങ്കടത്തോടെയുമാണ് നോക്കിക്കണ്ടത്. അച്ഛനാകാനുള്ള ആഗ്രഹം അവനിലും തുടിച്ചു നിന്നു. നാളുകൾ കഴിയും തോറും ഒരു കുഞ്ഞെന്നുള്ള മോഹം ഇരുവരിലും വർദ്ധിച്ചു വന്നു. തൻ്റെ കുഴപ്പം കൊണ്ടാവും ഇപ്പോഴും പ്രഗ്നൻ്റ് ആവാൻ കഴിയാത്തതെന്ന കുറ്റബോധം അഞ്ജനയെ വേട്ടയാടാൻ തുടങ്ങി. തൻ്റെ ഭാഗ്യക്കേട് ഓർത്തവൾ ഇപ്പോൾ കരയാത്ത രാവുകളില്ല. താലോലിക്കാനും പാലൂട്ടി വളർത്താനും ഒരു കുഞ്ഞു വേണമെന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അഞ്ജനയ്ക്ക്. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ കുഞ്ഞു വേണ്ടെന്ന് വെച്ച തീരുമാനവും ഗർഭനിരോധന മരുന്നുകൾ കഴിച്ചതും ഓർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. പക്ഷേ ഈയിടെയായി കുഞ്ഞുണ്ടാവാത്തതിനേക്കാൾ അവളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് രാഹുലിൻ്റെ സ്വഭാവത്തിലെ മാറ്റങ്ങളാണ്. കുഞ്ഞുണ്ടാവാതിരുന്നപ്പോൾ അവൻ ആദ്യമൊക്കെ അഞ്ജനയെ ആശ്വസിപ്പിച്ചിരുന്നുവെങ്കിലും പിന്നീട് രാഹുൽ മാനസികമായി അവളിൽ നിന്ന് അകലാൻ തുടങ്ങിയിരുന്നു. അവർക്കിടയിൽ സംഭവിക്കുന്ന സെക്സ് പോലും കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി മാത്രമുള്ളതായി മാറി. അതിൽ സ്നേഹം ഒട്ടും തന്നെ ഇല്ലായിരുന്നു. അഞ്ജനയ്ക്കാണെങ്കിൽ ഇപ്പോഴും വല്ലാത്ത കടിയാണ്. രാഹുലിൻ്റെ തണുപ്പൻ കളി അവൾക്ക് തീരെ ഇഷ്ടപ്പെടാതെ വന്നു. ഇപ്പോൾ പല രാത്രികളിലും അവൾ മുൻകൈയെടുത്താൽ മാത്രമാണ് രാഹുൽ അവളോട് കളിക്കാൻ സഹകരിക്കുന്നത്. അവൻ ഒട്ടും താല്പര്യമില്ലാതെയാണ് ചെയ്യുന്നതെന്ന് അഞ്ജനയ്ക്ക് മനസ്സിലായതാണ്. ഒരു കുഞ്ഞുണ്ടായാൽ അവൻ്റെ അകൽച്ച മാറുമെന്ന് കരുതി രാഹുലിൻ്റെ ഇഷ്ടക്കേട് അവൾ അവഗണിക്കാറാണ് പതിവ്. പോകെ പോകെ രാഹുൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവളോട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിരുന്നു. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം വഴക്കും ബഹളവും ഉണ്ടാക്കും. അതെല്ലാം അവൻ കാണിക്കുന്നത് അവൻ്റെ സങ്കടം കൊണ്ടാകുമെന്ന് കരുതി അഞ്ജന എല്ലാം ക്ഷമിച്ചു പോന്നു. അടങ്ങാത്ത കടിയാണെങ്കിലും രാഹുൽ ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ അവൾക്ക് ആകുമായിരുന്നില്ല. ദിവസങ്ങൾ കഴിഞ്ഞു പോകവേ രാഹുൽ അവളോടൊപ്പം ചെലവഴിക്കുന്ന നിമിഷങ്ങൾ കുറഞ്ഞു വന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ രാഹുൽ തൻ്റെ പതിവ് ജോഗിങ്ങിന് പോയപ്പോൾ ഫോൺ എടുക്കാൻ മറന്നുപോയിരുന്നു. അവനിറങ്ങി 2 മിനിറ്റ് കഴിഞ്ഞതും രാഹുലിൻ്റെ ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങി. ആദ്യം അഞ്ജന അത് അവഗണിച്ചെങ്കിലും നിർത്താതെ ബെൽ മുഴങ്ങുന്നത് കേട്ട് അവൾ ചെന്ന് ഫോൺ എടുത്തു നോക്കി. ഡിസ്പ്ലേയിൽ പ്രീത എന്ന പേര് കണ്ടു. പ്രീത അവരുടെ കൂടെ കോളേജിൽ പഠിച്ച പെണ്ണാണ്. ഇടയ്ക്കിടെ 2 പേരെയും അവൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അതുകൂടാതെ പ്രീത ബാംഗ്ലൂർ തന്നെയാണ് താമസം. 3 കൊല്ലം മുൻപ് സംശയരോഗിയായ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്തതിനാൽ ഒറ്റയ്ക്കാണ് അവളുടെ താമസം. ബാംഗ്ലൂരിലുള്ള ഒരു IT കമ്പനിയിലാണ് പ്രീത ജോലി ചെയ്യുന്നത്. ഇരുവരുടെയും കോമൺ ഫ്രണ്ടായ പ്രീത ആ കൊച്ചു വെളുപ്പാൻ കാലത്ത് രാഹുലിനെ വിളിക്കുന്നത് കണ്ട് അഞ്ജനയുടെ ഉള്ളിൽ സംശയത്തിൻ്റെ വിത്ത് മുളച്ചു. അവൾ ആ കോൾ എടുത്തില്ല. കോൾ ശബ്ദം നിലച്ചതും അവൾ ഫോണിൻ്റെ ലോക്ക് തുറന്ന് കോൾ ലോഗ് നോക്കി. പരസ്പരം ഫോണിൻ്റെ ലോക്കുകൾ അറിയാമെങ്കിലും പരസ്പര വിശ്വാസത്തിൻ്റെ പുറത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുവരെ ഫോൺ എടുത്ത് നോക്കിയിട്ടില്ല. എന്നാൽ ഇന്നാ പതിവ് തെറ്റിച്ചുകൊണ്ട് അഞ്ജന രാഹുലിൻ്റെ ഫോൺ പരിശോധിക്കാൻ തീരുമാനിച്ചു. കോൾ ലിസ്റ്റ് നോക്കിയപ്പോൾ ഒരു ദിവസത്തിൽ ഒരുപാട് തവണ പ്രീതയും രാഹുലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും മണിക്കൂറുകളോളം സംസാരിക്കുകയും ചെയ്യുന്ന ഡ്യൂറേഷൻ കണ്ട് അവൾ ഞെട്ടിപ്പോയി. ഇതിന് മാത്രം അവർക്കെന്താ സംസാരിക്കാനുള്ളതെന്ന് അഞ്ജനയ്ക്ക് മനസ്സിലായില്ല. അവൾ ഉടനെ വിറയ്ക്കുന്ന കൈകളോടെ വാട്സപ്പ് തുറന്നു നോക്കി. അതിൽ കാമം തുടിക്കുന്ന തരത്തിലുള്ള രാഹുലിൻ്റെയും പ്രീതയുടെയും സെക്സ് ചാറ്റ് വായിച്ച അവൾ ഞെട്ടി. അവരുടെ ചാറ്റ് പരിശോധിക്കുമ്പോഴാണ് ഒരു വീഡിയോ അവളുടെ കണ്ണിൽപ്പെട്ടത്.
അത് രാഹുൽ അങ്ങോട്ട് അയച്ചതാണ്. അവളത് ഓപ്പൺ ചെയ്തു നോക്കി. ബെഡിൽ കിടക്കുന്ന പ്രീതയുടെ ശരീരത്തിലേക്ക് പടർന്നു കയറുന്ന തൻ്റെ ഭർത്താവിനെ കണ്ട് അഞ്ജന നടുങ്ങി തരിച്ചുപോയി. സുഹൃത്തായി കൂടെ നിന്നവൾ ഇങ്ങനെയൊരു ചതി ചെയ്യുമെന്ന് അവൾ ഒട്ടും വിചാരിച്ചില്ല. ആ വീഡിയോ കണ്ടപ്പോൾ അവൾക്ക് തങ്ങളുടെ മധുവിധുകാലം ഓർമ്മ വന്നു. എന്തു രസമായിരുന്നു ആ ജീവിതം എന്നവൾ ഒരു നിമിഷം ഓർത്തെടുത്തു. കൊണ്ടും കൊടുത്തും രണ്ടുപേരും മുന്നേറിക്കൊണ്ടിരിക്കുന്ന സുഖകരമായ നിമിഷങ്ങൾ. ആ വീഡിയോ കണ്ടപ്പോൾ തൻ്റെ സഹപാഠിയായ പ്രീത ഒട്ടും മോശക്കാരിയല്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ ഓരോ ചേഷ്ടകളും കണ്ടപ്പോൾ അവൾ തന്നേക്കാൾ കേമിയാണെന്ന് അവൾക്ക് മനസ്സിലായി. അത് കണ്ടു നിന്നപ്പോൾ അഞ്ജനയുടെ ഉള്ളിലും വികാരങ്ങൾ പൊട്ടിമുളച്ചു തുടങ്ങി. എത്ര ആവേശത്തോടെയാണ് പ്രീത രാഹുലിനെ പുണരുന്നത്. അവൾ ബലം പ്രയോഗിച്ച് രാഹുലിൻ്റെ തല പിടിച്ചമർത്തുന്നത് ഒരു നിമിഷം ഞെട്ടലോടെ അവൾ കണ്ടു. ഒരു അനുസരണയുള്ള നായയെ പോലെ രാഹുൽ അവളുടെ താല്പര്യങ്ങൾക്ക് വിധേയമാകുന്നതും അവൾ നോക്കി തരിച്ചു നിന്നു. രാഹുൽ തൻ്റെ ചുണ്ടുകൾ കൊണ്ട് പ്രീതയുടെ അനന്തതയിൽ കവിത രചിച്ചപ്പോൾ പ്രീത അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതെല്ലാം വല്ലാത്ത കൊതിയോടെ അഞ്ജന നോക്കി നിന്നു. ഒരിക്കൽ പോലും തനിക്ക് ഇതുപോലുള്ള പ്രവൃത്തി അവൻ ചെയ്തു തന്നിട്ടില്ല എന്ന കാര്യം അവൾ ആശ്ചര്യത്തോടെ ഓർത്തു. അല്പനേരത്തിന് ശേഷം പ്രീത രാഹുലിന് മുന്നിൽ മുട്ടുകുത്തിയിരുന്നപ്പോൾ അഞ്ജന വീണ്ടും ഞെട്ടി. കാരണം തങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അതെല്ലാം കണ്ടപ്പോൾ തന്നെ അവളുടെ സിരകളിൽ കാമം ആളിക്കത്തി. അവളുടെ വിരലുകൾ അവൾ പോലും അറിയാതെ തൻ്റെ തേൻകിണ്ണം ലക്ഷ്യം വെച്ച് നീങ്ങി. അവിടെ വല്ലാതെ നനഞ്ഞു കുതിർന്നിരുന്നത് അവൾ അറിഞ്ഞു. അവൾക്ക് സുഖത്തിൻ്റെ മേച്ചിൽപ്പുറങ്ങൾ താണ്ടാൻ അല്പനിമിഷങ്ങളെ വേണ്ടി വന്നുള്ളൂ. വല്ലാത്ത കിതപ്പിനൊടുവിൽ അവൾ സ്ഥലകാലബോധം വീണ്ടെടുത്തു. അവരുടെ ചാറ്റിങ്ങിൽ നിന്ന് ആ ബന്ധം തുടങ്ങിയിട്ട് 2 വർഷമായെന്ന കാര്യം ഞെട്ടലോടെ അവൾ തിരിച്ചറിഞ്ഞു. അഞ്ജന അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് പ്രീതയുടെ മെസ്സേജ് വന്നത്. രാഹുൽ, ഞാൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തത്? ഒരത്യാവശ്യ കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. ഈ മാസം ഞാൻ പീരീഡ്സ് ആയിട്ടില്ല. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവാണ്. നീ ആഗ്രഹിച്ചതുപോലെ ഞാൻ പ്രഗ്നൻ്റ് ആയി. നീ വേഗം ഇങ്ങോട്ട് വാ. എനിക്ക് നിന്നെ കാണാൻ കൊതിയാവുന്നു. പിന്നെ എത്രയും പെട്ടെന്ന് അഞ്ജനയെ ഒഴിവാക്കിക്കോ. നമ്മുടെ കുഞ്ഞ് ഒരവിഹിത സന്തതിയാണെന്ന് നാട്ടുകാർ പറയുന്നത് കേൾക്കാൻ എനിക്ക് പറ്റില്ല. പ്രീതയുടെ മെസ്സേജ് വായിച്ചതും തൻ്റെ പരാജയം പൂർണ്ണമായെന്ന് അഞ്ജനയ്ക്ക് മനസ്സിലായി. ഇങ്ങനെയൊരു ചതി അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. കാൽമുട്ടിൽ മുഖം പൂഴ്ത്തിവെച്ച് അവളിരുന്ന് കരഞ്ഞു. കുറേ സമയം കരഞ്ഞപ്പോൾ മനസ്സിന് തെല്ലൊരാശ്വാസം തോന്നിയതും അവൾ എഴുന്നേറ്റ് തൻ്റെ ഡ്രസ്സ് ഒരു ബാഗിൽ പാക്ക് ചെയ്തു. ഒരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിവില്ലാത്ത തന്നെ ഭാര്യയായി കൊണ്ടു നടക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് രാഹുൽ പ്രീതയുമായി റിലേഷനിലായതെന്ന് അവരുടെ ചാറ്റിൽ നിന്നും അവൾ മനസ്സിലാക്കിയിരുന്നു. അവനോട് തന്നോടുണ്ടായ അകൽച്ചയുടെ യഥാർത്ഥ കാരണം അന്ന് അഞ്ജനയ്ക്ക് ബോധ്യമായി. ഇനിയും രാഹുലിൻ്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കാൻ അവൾ ആഗ്രഹിച്ചില്ല. രാഹുൽ ജോഗിങ് കഴിഞ്ഞു വന്നപ്പോൾ പെട്ടി പാക്ക് ചെയ്ത് പോകാൻ തയ്യാറായി നിൽക്കുന്ന അഞ്ജനയെ കണ്ട് അവൻ അന്തം വിട്ടു. നീ എങ്ങോട്ടാ? അവൻ ആകാംക്ഷയോട് ചോദിച്ചു. ഞാൻ എൻ്റെ വീട്ടിൽ പോവാ, ഇനി വരില്ല, അവൾ വല്ലാത്ത വിഷമത്തോടെ പറഞ്ഞു. അവൻ ഒന്നും മനസ്സിലാവാത്ത പോലെ അവളുടെ മുഖത്തേക്ക് നോക്കി. നീയും പ്രീതയും തമ്മിലുള്ള റിലേഷനൊക്കെ ഞാൻ അറിഞ്ഞു. നീ ആഗ്രഹിച്ചതുപോലെ അവളിപ്പോൾ ഗർഭിണിയാണ്. ഇനി അവൾക്കാണ് നിന്റെ ആവശ്യം. ഞാൻ ഇത്രയും നാളും പറ്റിക്കപ്പെടുകയായിരുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഇനി നിനക്ക് എൻ്റെ ആവശ്യമില്ലെന്നറിയാം. അതുകൊണ്ട് നീയായിട്ട് ആട്ടി ഓടിക്കുന്നതിന് മുൻപ് ഞാനായിട്ട് സ്വയം ഇറങ്ങിപ്പോയേക്കാം. പറഞ്ഞുകൊണ്ടവൾ ഫ്ലാറ്റിൻ്റെ പുറത്തേക്കിറങ്ങി ഒരു ഓട്ടോയിൽ കയറിപ്പോയി. അവൻ വല്ലാത്തൊരാശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. അവൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. പ്രീത തന്നെ അറിയിക്കേണ്ട വാക്കുകൾ അഞ്ജനയിൽ നിന്നും കേട്ടപ്പോൾ ആദ്യം ഒരു ഷോക്കായിരുന്നു ഉണ്ടായത്. പിന്നെ അവളുടെ പ്രതികരണം അങ്ങനെ ആയതുകൊണ്ട് അവൻ വല്ലാതെ സന്തോഷിച്ചു. അവൻ ഉടനെ തിടുക്കപ്പെട്ടുകൊണ്ട് തൻ്റെ പ്രീതയെ കാണാൻ പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. എങ്ങോട്ടെന്നില്ലാതെ ഓട്ടോയിൽ യാത്ര തുടരവേ അഞ്ജന വല്ലാതെ സങ്കടപ്പെട്ടു. എന്തു പറ്റിയ അഞ്ജന? എന്തു സംഭവിച്ചു? എന്താണുണ്ടായത്? അവൾ ഇടയ്ക്കിടെ കണ്ണുനീർ തുടച്ചുകൊണ്ടിരുന്നപ്പോൾ ഓട്ടോയിൽ തന്നോട് കൂടെ യാത്ര ചെയ്യുകയായിരുന്ന ആളുടെ ചോദ്യം കേട്ട് അവൾ മുഖമുയർത്തി നോക്കി. അവൾ ആളെ തിരിച്ചറിഞ്ഞു. അത് മോഹനായിരുന്നു, പ്രീതയുടെ മുൻ ഭർത്താവ്. ഒരു ഞെട്ടലോടെ അയാളെ അഞ്ജന നോക്കി. താൻ 2 or 3 പ്രാവശ്യം മാത്രമേ അയാളെ കണ്ടിട്ടുള്ളൂ. അത്ര വലിയ അടുപ്പമൊന്നും അയാളുമായി അഞ്ജനയ്ക്ക് ഉണ്ടായിരുന്നില്ല. എന്തു പറയണമെന്നറിയാതെ മോഹനെ അവൾ നോക്കി. ആൾ സുന്ദരനാണ്, തൻ്റെ രാഹുലിനേക്കാളും സുന്ദരൻ. പിന്നെന്തേ പ്രീത അയാളെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയത്? സംശയരോഗം എന്നാണല്ലോ പ്രീതയുടെ വാദം. എന്നാൽ പ്രീതയേക്കാൾ കാണാൻ സുന്ദരനാണ് മോഹൻ. അപ്പോൾ വേറെ വല്ലതുമാകുമോ? എന്തു പറ്റി അഞ്ജന? അഞ്ജന അങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ വീണ്ടും മോഹൻ ചോദിച്ചു. മോഹന്റെ ചോദ്യം കേട്ടപ്പോൾ തൻ്റെ മനസ്സിലെ വിഷമങ്ങൾ തുറന്നു പറയാൻ പറ്റിയ ഒരാളെ തന്നെയാണ് തനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ഓട്ടോ ഡ്രൈവറെ ഒന്ന് നോക്കി. മോഹന് കാര്യം പിടികിട്ടി. അവളുടെ ഉള്ളിൽ എന്തോ ഒരു അസ്വസ്ഥത നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. മോഹൻ അവളെ ഒരു കോഫി കുടിക്കാൻ ക്ഷണിച്ചു.
അവൾ എതിരൊന്നും പറയാതെ അവൻ്റെ കൂടെ നഗരത്തിലെ ഒരു കോഫി ഷോപ്പിലേക്ക് പോയി. ആളൊഴിഞ്ഞ കോണിൽ അവർ ഇരുവരും ഇരുന്നു. തനിക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും അവൾ വള്ളി പുള്ളി തെറ്റാതെ മോഹനോട് പറഞ്ഞു. അതൊക്കെ ഒരു ഞെട്ടലോടെ മോഹൻ കേട്ടിരുന്നു. അവൾക്ക് ഭ്രാന്താണ്, കാമഭ്രാന്ത്. അവൾ രാഹുലിനെയും ചതിക്കും. ഒരാണിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ആളല്ല പ്രീത. മുടിഞ്ഞ കഴപ്പാണ് അവൾക്ക്. അവൾ പലരുമായും കളി നടത്തിയത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവസാനം അവളുടെ കള്ളത്തരങ്ങൾ വെളിച്ചത്തായപ്പോൾ എന്നെ അവൾ സംശയരോഗിയാക്കി. അതൊന്നും സഹിക്കവയ്യാതെയാണ് ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്തത്, മോഹൻ പറഞ്ഞു. ഒരു ഞെട്ടലോടെ അഞ്ജന അതൊക്കെ കേട്ടിരുന്നു. എന്നാലും അഞ്ജനയ്ക്ക് രാഹുലിനോട് മനസ്സലിവ് തോന്നിയില്ല. തന്നെ മനസ്സിലാക്കാത്ത രാഹുലിനെ ഇനി തനിക്ക് വേണ്ടെന്ന് അവൾ പ്രതിജ്ഞ ചെയ്തു. അഞ്ജനയുടെ അടുത്ത പ്ലാൻ എന്താ? മോഹൻ ചോദിച്ചു. ഒന്നും ആലോചിക്കാതെയുള്ള എടുത്തുചാട്ടമായതുകൊണ്ട് ഒരു തീരുമാനം ഇതുവരെ ആയില്ല. ഒരു ജോലിക്ക് ശ്രമിക്കണം, അല്ലെങ്കിൽ നാട്ടിൽ പോകണം, അവൾ വല്ലാത്ത വിഷമത്തോടെ പറഞ്ഞു. ഒരു ജോലിയാണെങ്കിൽ ഞാൻ ശരിയാക്കി തരാം. അതുവരെ എവിടെ നിൽക്കും? അവൻ ചോദിച്ചു. അവൾക്കൊരു ഉത്തരവും ഉണ്ടായിരുന്നില്ല. എന്നാലും പ്രതീക്ഷയോടെ അവനെ നോക്കി. തനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ തൽക്കാലം എൻ്റെ ഫ്ലാറ്റിൽ താമസിക്കാം, ഞാൻ അവിടെ ഒറ്റയ്ക്കാണ്, മോഹൻ പറഞ്ഞു. ഇനി മുന്നോട്ട് എന്ത് എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് താനാണ്. അതുകൊണ്ട് തന്നെ അവൾ മടികൂടാതെ അവൻ്റെ ക്ഷണം സ്വീകരിച്ചു. 2 ചെറിയ ബെഡ്റൂമും ഒരു ചെറിയ അടുക്കളയും ഒരു കോമൺ ബാത്റൂമും അടങ്ങുന്നതാണ് അവൻ്റെ ഫ്ലാറ്റ്. താൻ രാഹുലുമായി ഒന്നിച്ച് താമസിച്ച ഫ്ലാറ്റിനേക്കാൾ 1/4 ഭാഗം മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. മനസ്സിൽ ഒരാശങ്കയുണ്ടായിരുന്നെങ്കിലും മോഹൻ വളരെ മാന്യമായിട്ടാണ് അവളോട് പെരുമാറിയത്. പല കമ്പനികളിൽ അവൾക്ക് വേണ്ടി ഒരു ജോലിക്കായി മോഹൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ഒരുമിച്ച് പല സ്ഥലങ്ങളിലേക്കും ഇരുവരും യാത്ര ചെയ്തു. വളരെ മാന്യമായ രീതിയിൽ അവളുമായി മോഹനൻ അടുത്തിടപഴകി. മോഹൻ തനിക്ക് വല്ലാത്ത കെയറിങ് തരുന്നത് പോലെ അവൾക്കും പലപ്പോഴും തോന്നി. ഇരുവരും പരസ്പരം മനസ്സ് തുറന്ന് സംസാരിച്ചു. അവൾ വരുമ്പോൾ ആകെ അലങ്കോലമായി കിടന്ന മുറികളെല്ലാം അവൾ വൃത്തിയാക്കി. മോഹന് വേണ്ട ഭക്ഷണം ഒരുക്കി അവൻ്റെ വസ്ത്രങ്ങൾ കഴുകിയിട്ടു. അങ്ങനെ അവൾക്ക് ചെയ്യാവുന്ന കൊച്ചു കൊച്ചു ജോലികളൊക്കെ അവൾ വൃത്തിയായി ചെയ്തു. അവൾ പതിയെ പതിയെ രാഹുലിനെ മറന്നു. പിന്നെ അവളുടെ മനസ്സിലേക്ക് പതിയെ മോഹൻ കയറി സ്ഥാനം പിടിച്ചത് അവൾ അറിഞ്ഞു. ജോലി കിട്ടിയതിനു ശേഷം അവൾ മോഹൻ്റെ ഫ്ലാറ്റിൽ നിന്നും താമസം മാറ്റിയില്ല. രാവിലെ ഇരുവരും ഒന്നിച്ചാണ് ജോലിക്ക് പോകുന്നത്. അവരെല്ലാം ഷെയർ ചെയ്തു. ഭക്ഷണത്തിനും റൂം വാടകയ്ക്കുമെല്ലാം ഇരുവരും ഒരുപോലെ വഹിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയ മോഹൻ ഹാളിലിരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി കുളി കഴിഞ്ഞ അഞ്ജന ബാത്റൂമിൽ നിന്നും പുറത്തിറങ്ങിയത്. അങ്ങുമിങ്ങും എത്താത്ത ഒരു ബാത്ത് ടവൽ ചുറ്റിക്കൊണ്ടാണ് അവൾ പുറത്തിറങ്ങിയത്. ആയൊരു രംഗം കണ്ടപ്പോൾ മോഹൻ്റെ കണ്ണുകൾ വിടർന്നു. അപ്രതീക്ഷിതമായി മോഹനെ കണ്ടതും അവളൊന്ന് ഞെട്ടി. അവളെ ഇതുവരെ ആയൊരു വേഷത്തിൽ മോഹൻ കണ്ടിരുന്നില്ല. അവൻ്റെ കണ്ണുകളിൽ അഞ്ജന എന്ന സൗന്ദര്യധാമത്തിൻ്റെ പൂടൽ കണ്ടതും കാമം കുതിച്ചു വന്നു. അത്രയ്ക്കും അങ്കലാവണ്യത്തോടെയായിരുന്നു അഞ്ജന അവന് മുന്നിൽ നിന്നത്. തൻ്റെ വെളുത്തു തുടുത്ത ശരീരം മോഹൻ്റെ കണ്ണുകളിൽ വിരുന്നൊരുക്കിയത് അവൾ അറിഞ്ഞു. മോഹൻ അവിടെ കാണുമെന്ന് അവൾ വിചാരിച്ചതുമില്ല. ബാത്റൂമിലേക്ക് തന്നെ തിരിച്ചു കയറണോ അതോ ബെഡ്റൂമിലേക്ക് ഓടിപ്പോകണോ എന്ന ആശങ്കയോടെ അവന് മുന്നിൽ അവൾ നിന്നു. എന്നാൽ നിന്നിടത്തു നിന്നും ഒരടി പോലും അനങ്ങാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല എന്നതാണ് സത്യം. വല്ലാത്ത നാണത്തോടെ അവൾ തലകുനിച്ചു നിന്നു. ഏറെ നാളിനു ശേഷമാണ് ഒരു സ്ത്രീയെ അങ്ങനെ അവൻ കാണുന്നത്. അവൻ്റെ മനസ്സിലേക്ക് അപ്പോൾ പ്രീത കയറി വന്നു. അവൾ പലവട്ടം അവൻ്റെ മുന്നിൽ കാമാവേശത്തോടെ അങ്ങനെ നിന്നിട്ടുണ്ട്. എന്നാൽ അഞ്ജന അങ്ങനെയല്ല. അവൾ അബദ്ധവശാൽ തൻ്റെ മുന്നിൽ വന്ന് പെട്ടതാണ്. അവനങ്ങനെ ഓരോന്ന് മനസ്സിൽ ഓർത്തപ്പോഴേക്കും അവളെ കളിക്കാനുള്ള ഒരു മോഹം അവനിൽ ജനിച്ചു. അഞ്ജന തൻ്റെ റൂമിൽ വന്നതിന് ശേഷം അവളുമായൊരു കളി നടത്തണമെന്ന് അവൻ അതിയായി കൊതിച്ചിരുന്നു. പക്ഷെ അതിനുള്ള സാഹചര്യം ഇതുവരെ ഒത്തുവന്നിട്ടില്ല. ഇന്ന് അങ്ങനെയല്ല. എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നിട്ടുണ്ട്. ഇനി ഈ സാഹചര്യം ഒട്ടും പാഴാക്കിക്കൂടാ. പെണ്ണ് തന്നെ കണ്ട് അന്തം വിട്ട് നാണിച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ കയറി മുട്ടിയാൽ ഒരു നല്ല കളി നടത്താം. അങ്ങനെ ഓരോന്ന് ചിന്തിച്ച മോഹൻ അവൾക്ക് അടുക്കിലേക്ക് നടന്നു. പിന്നെ അവളെ തൻ്റെ ദേഹത്തേക്ക് വലിച്ചടിപ്പിച്ചു. അവൾ കുതറി മാറിയില്ല. എതിരൊന്നും പറയാതെ അവൻ്റെ കരവലയത്തിൽ ഒതുങ്ങിക്കൂടി. കാരണം അവളും ഒരു പുരുഷന്റെ സാമീപ്യം ഏറെ കൊതിച്ചിരുന്നു. രാഹുലുമായുള്ള പഴയ കളികൾ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അവളുടെ ചുവന്നു തൊടുത്ത ചുണ്ടുകളിൽ അയാൾ പതിയെ മുത്തങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. അവളെല്ലാം മറന്നങ്ങനെ നിന്നു. അടുത്ത നിമിഷം അവളെ കോരിയെടുത്തുകൊണ്ട് അവൻ ബെഡ്റൂമിലേക്ക് നടന്നു. തൻ്റെ ബെഡ്റൂമിലെ മെത്തിയിലേക്ക് അവളെ കിടത്തിയപ്പോൾ വല്ലാത്ത ആശ്ചര്യത്തോടെ അവൾ അവനെ നോക്കി. ഇത്രയും ഭാരമുള്ള തന്നെ എത്ര ഈസി ആയിട്ടാണ് മോഹൻ കോരിയെടുത്തത് എന്നായിരുന്നു അവളുടെ മനസ്സിൽ. ബെഡിലേക്ക് അവളെ കിടത്തിയപ്പോൾ അവളുടെ ബാറ്റവൾ അഴിഞ്ഞു പോയത് ഒരു നിമിഷം നാണത്തോടെ അവൾ അറിഞ്ഞു. അവന് മുന്നിൽ ഒരു വെണ്ണക്കൽ ശില്പം പോലെ അവൾ കിടന്നു. ദിവസങ്ങളായി കെട്ടിവെച്ച കാമം തീർക്കാനുള്ള കൊതിയോടെ അവൻ അവളിലേക്ക് പടർന്നു കയറി. വല്ലാത്ത ആത്മസംതൃപ്തിയോടെ അവൾ കുറുകി. അവൻ അവളുടെ ചുണ്ടുകളിൽ നിന്നും ചുംബനങ്ങൾ തുടങ്ങി.
പിന്നെ അവളുടെ മൃദുവായ ശരീരത്തിലൂടെ അത് താഴേക്ക് ഇറങ്ങി പോകുന്നത് അവൾ അറിഞ്ഞു. അവൻ ഏതോ കാണാതെ വിധി തേടി നടക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ പരിസരബോധം പോലും മറന്ന് സീൽക്കാര ശബ്ദങ്ങൾ ഉതിർത്തുകൊണ്ടിരുന്നു. അവൾ ഒരു വിറയലോടെ മോഹന്റെ പ്രവൃത്തികളിൽ സുഖം പൂണ്ടു. അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് അടുത്തതായി സംഭവിച്ചത്. രാഹുൽ ഒരിക്കലും തനിക്ക് ചെയ്തു വരാത്ത പ്രവൃത്തി, എന്നാൽ രാഹുൽ പ്രീതയ്ക്ക് ചെയ്തു കൊടുത്ത പ്രവൃത്തി. അവൾ അതിൻ്റെ ആലസ്യത്തിൽ തൻ്റെ വിരലുകൾ കൊണ്ട് അവൻ്റെ തലമുടി സ്നേഹത്തോടെ മാടിയൊതുക്കി. ഒരുപാട് സുഖം അവൾ ജീവിതത്തിൽ ആദ്യമായി അറിഞ്ഞു. സമയം കടന്നു പോകവേ ഒരു വന്യമൃഗത്തെ പോലെ അമറി. ഇപ്പോൾ അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒരു മുറിയിലാണ് താമസം. അങ്ങനെ അവർ പല രാത്രികളിലും തങ്ങളുടെ കാമസാമ്രാജ്യം പടുത്തുയർത്തി. അവർ ഒന്നിക്കാൻ തീരുമാനിച്ചു. അതിനിടയിൽ രാഹുലുമായുള്ള ഡിവോഴ്സ് നടന്നിരുന്നു. അഞ്ജനയുടെയും മോഹന്റെയും വിവാഹം ഒരു രജിസ്റ്റർ മാരേജിൽ ഒതുക്കി. പ്രീത പറഞ്ഞതുപോലെയുള്ള ഒരു സംശയരോഗി ആയിരുന്നില്ല മോഹൻ എന്നവൾക്ക് മനസ്സിലായി. വളരെ സ്നേഹവാനായിരുന്നു മോഹൻ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഇപ്പോൾ 3-ാം മാസമാകുന്നു. ഒരു ദിവസം അവൾ ആ ഞെട്ടിക്കുന്ന വിവരം തിരിച്ചറിഞ്ഞു. താൻ ഗർഭിണിയാണ്. തനിക്കൊരിക്കലും കുട്ടികൾ ഉണ്ടാകില്ല എന്ന് വാദിച്ച രാഹുലിനെ അവൾ വെറുപ്പോടെ ഓർത്തു. പിന്നെ തൻ്റെ ജീവിതത്തിൽ ഞാൻ ജയിച്ചു എന്ന ഒരു ബോധ്യവും അവൾക്കുണ്ടായി. അടുത്ത ദിവസം മോഹനും അഞ്ജനയും ചേർന്ന് രാഹുലിന്റെ ഫ്ലാറ്റിലെത്തി. അവനെ കാണണമെന്നും താൻ ഗർഭിണിയാണെന്ന കാര്യം അറിയിക്കണമെന്നും അഞ്ജനയ്ക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതിൻ പ്രകാരമാണ് മോഹനോടൊരുമിച്ച് അവൾ രാഹുലിന്റെ ഫ്ലാറ്റിലെത്തിയത്. പ്രീതയുടെ മുൻ ഭർത്താവും തൻ്റെ ഭാര്യയും കല്യാണം കഴിച്ചെന്ന കാര്യം രാഹുലും പ്രീതയും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇരുവരെയും അങ്ങനെ കണ്ടപ്പോൾ രാഹുൽ ഒന്ന് പകച്ചെങ്കിലും അവരെ സ്വീകരിച്ച് അകത്തേക്ക് ഇരുത്തി. ഒരു കൈക്കുഞ്ഞുമായി പ്രീതയും അവിടെ ഉണ്ടായിരുന്നു. പ്രീതയെ കണ്ടപ്പോൾ മോഹന് പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നു. അല്പം വെറുപ്പോടെയും പേടിയോടെയുമാണ് പ്രീത മോഹനെ നോക്കിയത്. രാഹുൽ, ഞാൻ ഗർഭിണിയാണ്. അവിടെ നിന്നും ഇറങ്ങാൻ നേരത്ത് അഞ്ജന പറഞ്ഞുകൊണ്ട് തൻ്റെ വീർത്ത വയർ അവന് കാണിച്ചു കൊടുത്തു. അത് കേട്ട് ഒരു ഞെട്ടലോടെ രാഹുൽ അവളുടെ വയറിലേക്ക് നോക്കി. ഇപ്പോൾ മനസ്സിലായില്ലേ? എനിക്കല്ല, കുഴപ്പം നിനക്കാണെന്ന് അഞ്ജന ഒരു കള്ളച്ചിരിയോടെ രാഹുലിനെ നോക്കി പറഞ്ഞപ്പോൾ അവൻ വിയർത്തു തുടങ്ങിയിരുന്നു. അവൻ പ്രീതയുടെ മുഖത്തേക്ക് നോക്കി. അവൾ വല്ലാത്ത ഞെട്ടലോടെ രാഹുലിനെ നോക്കി. മോഹനും അഞ്ജനയും പുറത്തേക്കിറങ്ങി. അകത്തപ്പോൾ പ്രീതയുടെയും രാഹുലിൻ്റെയും ശബ്ദമുയർന്നത് കേട്ടുകൊണ്ട് അഞ്ജനയും മോഹനും കാറിൽ കയറി.